ഒട്ടുമിക്ക സ്ഥലങ്ങളിലൊക്കെ വലിയ മഴ. തെക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യത. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. കേരള തീരത്ത് മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നും ചേരുന്നുണ്ട്. ആദ്യം അലക്സിലേക്ക് പോകുന്നു. അലക്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ പെരുമഴയാണല്ലേ? ഹാഷ്മി സ്മിത, ഗുഡ് മോർണിംഗ്. രാവിലെ പെരുമഴയെന്നല്ല, ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച്. അതിശക്തമായ മഴ തിരുവനന്തപുരത്തിന്റെ നഗരമേഖലയിലും ഗ്രാമീണ മലയോര മേഖലയിലും തുടരുന്നു എന്നുള്ളതാണ്. അതായത് മണിക്കൂറുകളായി തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ തരത്തിലെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ അതിശക്തമായ മഴ, അതായത് ഓറഞ്ച് അലർട്ടിന് സമാനമായ മഴ തിരുവനന്തപുരത്ത് വിവിധയിടങ്ങളിൽ കഴിഞ്ഞ മണിക്കൂറുകളായി ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹാഷ്മി സ്മിത, ഇന്ന് പ്രധാനമായി സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 7 മുതൽ 11 സെന്റിമീറ്റർ വരെയുള്ള മഴയ്ക്ക് ഈ ജില്ലകളിൽ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ഇത് ഇന്നലെ ഏറ്റവും ഒടുവിൽ വന്ന പ്രവചനമാണ്. ഒരുപക്ഷെ ഈ മണിക്കൂറുകളിൽ ഈ മുന്നറിയിപ്പിൽ മാറ്റം വന്നേക്കാം, ജില്ലാതല മുന്നറിയിപ്പുകളിൽ മാറ്റം വന്നേക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മലയോര മേഖലയിൽ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ മലയോര മേഖലയിലൊക്കെ മഴ കനത്തു മണിക്കൂറുകളായി പെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ ഈ അലർട്ടിൽ മാറ്റമുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെന്താണെങ്കിലും കാത്തിരിക്കാം മാറ്റത്തിനായി. എന്താണെങ്കിലും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കാരണം പലയിടങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് പലപ്പോഴായി മഴ പെയ്യുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് ഉണ്ടാവുകയും ആ വെള്ളം ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു ആശങ്ക നഗരമേഖലയില്ല. പക്ഷേ ഗ്രാമീണ മേഖലയിലെ കൃഷിയിടങ്ങളിലൊക്കെ വെള്ളക്കെട്ട് രൂക്ഷമാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അത് മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, അതായത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാത്രം മാറ്റമില്ല എന്നാണ് ജില്ലാ കളക്ടർ അറിയിക്കുന്നത്. രാവിലെ 6:30 മണിയോടുകൂടിയാണ് ഈ അറിയിപ്പ് വന്നിരിക്കുന്നത്. എന്താണെങ്കിലും കുട്ടികൾ വീടുകളിൽ തന്നെ തുടരേണ്ടതുണ്ട്. കാരണം കനത്ത മഴ പലയിടങ്ങളിലുമുണ്ട്, വെള്ളക്കെട്ട് രൂക്ഷമാണ്. അതിനാൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തീരവുമായി ബന്ധപ്പെട്ടാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ, അതായത് ശനിയാഴ്ച വരെ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീരത്ത് ശക്തമായ കാറ്റിന് മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെയൊക്കെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് മുന്നറിയിപ്പ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വളരെ ശക്തി കൂടിയ ചക്രവാത ചുഴി കഴിഞ്ഞ ദിവസങ്ങളിൽ നിലനിന്നിരുന്നു. അതൊരുപക്ഷെ ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ടെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന സൂചന. അവർ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു 12 മണിക്കൂറിനുള്ളിൽ ഇത് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇത് അടുത്ത ദിവസങ്ങളിൽ ഇത് തെക്കൻ ഒഡീഷ, വടക്കൻ ആന്ധ്ര തീരത്ത് കരയിൽ പ്രവേശിക്കാനും സാധ്യതയുണ്ട്. ഈ ന്യൂനമർദ്ദത്തിന്റെ അല്ലെങ്കിൽ ചക്രവാത ചുഴിയുടെ സ്വാധീനമാണ് സംസ്ഥാനത്ത് ഈ മഴ കനക്കാൻ കാരണമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും പ്രത്യേക ജാഗ്രത വേണം. നാളെയോടെ മഴ വടക്കൻ കേരളത്തിലേക്ക് കൂടി വ്യാപിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നിലവിൽ തന്നിരിക്കുന്ന ഈ യെല്ലോ അലർട്ടിൽ ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ മാറ്റം വന്നേക്കാം. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. സർക്കാർ സംവിധാനങ്ങളും ഉണർന്നിരിക്കണം. മലയോര മേഖലയിൽ മഴ കനത്തു പെയ്യുകയാണ്. അത് മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെ മലയോര മേഖലയിൽ തുള്ളിക്കൊരുവിട പോലെ മഴ പെയ്യുകയാണ്. ഈ നദികളിലേക്കുള്ള ജലനിരപ്പ് വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ ജലാശയങ്ങളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. എന്താണെങ്കിൽ ഈ മണിക്കൂറുകളിൽ ജാഗ്രത തുടരണം മഴയുമായി ബന്ധപ്പെട്ട്. ഹാഷ്മി സ്മിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.